കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് പാളയം മാർക്കറ്റ്. പാളയം എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും കാലത്ത് സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പ് ഇവിടെയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ കൂടി ഈ സെയിം സ്ഥലം സൈനികരുടെ ക്യാമ്പായി ഉപയോഗിച്ചു. സൈന്യം മാറിയതിനു ശേഷം ഇവിടെ ചെറിയ വ്യാപാരികളെത്തി. പച്ചക്കറി, പഴം, ധാന്യം, മസാല എല്ലാം വിൽക്കാൻ ചെറിയ ഷെഡുകൾ സ്ഥാപിച്ചു. മെല്ലെ മെല്ലെ അത് വലിയൊരു മാർക്കറ്റായി മാറി. ഇന്ന് പാളയം മാർക്കറ്റ് കോഴിക്കോടിന്റെ സ്പന്ദനമാണ്. രാവിലെ മുതൽ രാത്രി വരെ തിരക്ക് നിറഞ്ഞ വഴികൾ, മത്സ്യത്തിന്റെയും മസാലയുടെയും സുഗന്ധം എല്ലാം ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പാളയം മാർക്കറ്റിൽ പച്ചക്കറി, പഴം, മത്സ്യം, മാംസം എന്നിവ ഹോൾസെയിൽ സാധനങ്ങൾ ഇവിടെ ലഭിക്കും. നഗരത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. മാർക്കറ്റിന്റെ ചുറ്റുമായി സ്ഥിതി ചെയ്യപ്പെടുന്ന പാളയം ജുമാ മസ്ജിദ്, പാളയം ക്ഷേത്രം, പഴയ കൊളോണിയൽ കെട്ടിടങ്ങൾ എല്ലാം ഒരുമിച്ച് കാണാം. ഇത് കോഴിക്കോട് നഗരത്തിന്റെ മതസൗഹാർദ്ദവും പഴയ നഗര സംസ്കാരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാളയം മാർക്കറ്റ് ഒരു സാധാരണ ചന്തയല്ല, കോഴിക്കോടിന്റെ പഴയ വ്യാപാരി ചരിത്രത്തിന്റെ ജീവനുള്ള സ്മാരകമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.